സെൻസസ് 2027 പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണ്? ജാതി സെൻസസ്. ഇന്ത്യയിലെ വിവിധ ജാതി വിഭാഗങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പ്. ജാതി സെൻസസ്. രാജ്യത്ത് സെൻസസ് ദിനമായി ആചരിച്ചു വരുന്നത് എന്നാണ്? ഉത്തരം നമുക്ക് വഴിയെ പറയാം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ഭാരത ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് ക്വിസ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സെൻസസ് ക്വിസ്, അറിയേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സ്വാഗതം കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക്. ഓർക്കുക, സെൻസസ് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി വാൾട്ടർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏതു വർഷമാണ്? 1872 ഇന്ത്യയിൽ 1872 ആദ്യ സെൻസസ് സമയത്തെ വൈസ്രോയി ആര്? മയോ പ്രഭു, ലോർഡ് മയോ. ഇന്ത്യയിൽ സമഗ്രവും സമ്പൂർണവുമായ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം ഏതാണ്? 1881. 1881 സമഗ്ര സെൻസസിന് നേതൃത്വം വഹിച്ച സെൻസസ് കമ്മീഷണർ ആര്? W.C. പ്ലോഡൻ. 1881 സെൻസസ് സമയത്ത് ആരായിരുന്നു ഇന്ത്യയിൽ വൈസ്രോയി? റിപ്പൺ പ്രഭു, ലോർഡ് റിപ്പൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം ഏത്? 1951. 1881 മുതൽ കൃത്യമായി എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടന്നു വന്നിരുന്നത്? 10 വർഷം കൂടുമ്പോൾ. 10 വർഷം. ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011. 2021 ഇന്ത്യയിൽ സെൻസസ് നടക്കാത്തതിന് കാരണമെന്ത്? കോവിഡ് മഹാമാരി. സെൻസസ് സംബന്ധമായി വിവരം നൽകാതിരിക്കുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്യുന്നത് കുറ്റമാണോ? സെൻസസ് നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന മന്ത്രാലയം, മിനിസ്ട്രി ഏതാണ്? ആഭ്യന്തര മന്ത്രാലയം, ഹോം മിനിസ്ട്രിയാണ്. ഇന്ത്യയിലെ സെൻസസ് നടത്താൻ ചുമതലപ്പെട്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ പദവിയിലുള്ളത് ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായൺ IAS. സെൻസസ് 2027 എത്ര ഘട്ടമായാണ് നടക്കുന്നത്? 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. സെൻസസ് 2027 ഒന്നാം ഘട്ടം എപ്പോഴാണ് നടക്കുന്നത്? 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ്. സെൻസസ് ഒന്നാം ഘട്ടം എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്? 30 ദിവസം. 30 ദിവസം കൊണ്ടാണ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കുന്നത്. കേരളത്തിൽ ഒന്നാം ഘട്ട സെൻസസ് നടക്കുന്നത് ഏതു കാലയളവിലാണ്? 2026 ജൂലൈ 1 മുതൽ 30 വരെയുള്ള 30 ദിവസ കാലയളവിൽ. മുൻ സെൻസസുകളിൽ നിന്ന് വേറിട്ട് സെൻസസ് 2027 പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഡിജിറ്റൽ സെൻസസ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് നടക്കുന്നത്. മൊബൈൽ ആപ്പ് വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സെൻസസ് 2027 ഒന്നാം ഘട്ടവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നൽകിയ പുതിയ സൗകര്യം എന്താണ്? സെൽഫ് എന്യൂമറേഷൻ. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ സെൽഫ് എന്യൂമറേഷൻ നടത്താൻ പൊതുജനത്തിന് അനുവദിച്ച സമയം ഏതാണ്?
കേരളത്തിൽ ഇതിന് അനുവദിച്ച സമയം 2026 ജൂൺ 16 മുതൽ 30 വരെയുള്ള 15 ദിവസമാണ്. എത്ര ഭാഷകളിൽ സെൽഫ് എന്യൂമറേഷൻ അനുവദിച്ചിട്ടുണ്ട്? ഇംഗ്ലീഷിലും 15 ഇന്ത്യൻ ഭാഷകളിലുമാണ് അനുവദിച്ചിട്ടുള്ളത്. മൊത്തം 16 ഭാഷകളിൽ. സെൽഫ് എന്യൂമറേഷൻ നടത്താൻ പറ്റാത്തത് ഒരു കുറ്റമാണോ? അല്ല, ഒരിക്കലും കുറ്റമല്ല. സെൻസസ് സാമൂഹ്യക്ഷേമത്തിന് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തോളൂ. സെൽഫ് എന്യൂമറേഷൻ നടത്താത്തവരുടെ എന്യൂമറേഷൻ ആരാണ് നടത്തുന്നത്? എന്യൂമറേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിൽ വന്ന് വിവരങ്ങൾ ശേഖരിക്കും. നേരത്തെ സെൽഫ് എന്യൂമറേഷൻ നടത്തിയവരുടെ വിവരങ്ങൾ അത് അംഗീകരിക്കുന്നതും ഈ എന്യൂമറേറ്റർ ആണ്. സെൻസസ് ജോലിക്കായി വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കുന്ന ഉദ്യോഗസ്ഥന് പറയുന്ന പേരെന്ത്? എന്യൂമറേറ്റർ. എന്യൂമറേറ്റർ എന്നാണ് പറയുക. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർ എന്താണ് ചെയ്യേണ്ടത്? സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർ അവർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയപ്പോൾ ലഭിച്ച കോഡ് നമ്പർ എന്യൂമറേറ്റർക്ക് നൽകണം. ഒന്നാം ഘട്ടത്തിൽ വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർക്ക് വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും വിവരം നൽകേണ്ടതുണ്ടോ? ഇല്ല. കുടുംബനാഥന്റെ പേര് തുടങ്ങിയ ഏതാനും കാര്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഒരു വീട്ടിലെ കുടുംബങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിശദമായ വിവരശേഖരണം നടത്തുന്നത് സെൻസസിന്റെ ഏതു ഘട്ടത്തിലാണ്? രണ്ടാം ഘട്ടത്തിലാണ് മുഴുവൻ ആളുകളുടെയും വിവരശേഖരണം നടക്കുക. സെൻസസ് 2027ന്റെ രണ്ടാം ഘട്ടം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരി 9 മുതൽ മാർച്ച് 6 വരെയുള്ള കാലത്താണ് നടക്കുക. സെൻസസിന്റെ രണ്ടാം ഘട്ടം ഏറ്റവും ആദ്യം നടക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം നടക്കുന്ന പ്രദേശങ്ങൾ ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ ഏറ്റവും വേഗത്തിൽ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളാണ് ആദ്യം നടക്കുക. സെൻസസിന്റെ രണ്ടാം ഘട്ടം ആദ്യം നടക്കുന്ന ഇടങ്ങളിൽ എപ്പോഴായിരിക്കും വിവരശേഖരണം നടത്തുന്നത്? അത്തരം പ്രദേശങ്ങളിൽ രണ്ടാം ഘട്ട വിവരശേഖരണം നടക്കുന്നത് 2026 സെപ്റ്റംബർ മാസത്തിലായിരിക്കും. സെൻസസ് രണ്ടാം ഘട്ടത്തിലും സെൽഫ് എന്യൂമറേഷൻ സൗകര്യം അനുവദിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച വിവരം അറിയിപ്പ് പിന്നീട് നൽകുന്നതായിരിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായി നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഒന്നാം ഘട്ടത്തിൽ ഭവന വിവരശേഖരണം, അവയുടെ പട്ടികപ്പെടുത്തൽ ആണ് പ്രധാനമായി നടക്കുന്നത്. സെൻസസ് 2027 ഒന്നാം ഘട്ടം ഭവന വിവരശേഖരണത്തോടൊപ്പം ശേഖരിക്കുന്ന പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ്? വീടിന്റെ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉപയോഗം, നിർമ്മാണ വസ്തുക്കൾ, വെള്ളം, വൈദ്യുതി, പാചകവാതകം, വാഹനം തുടങ്ങിയ സൗകര്യങ്ങൾ, ഡിജിറ്റൽ സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ ശേഖരിക്കുന്ന പ്രധാന വിവരങ്ങൾ. രാജ്യത്തെ സെൻസസ് നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെ അധികാരപ്പെടുത്തുന്ന നിയമം ഏതാണ്? സെൻസസ് ആക്ട് 1948 സെൻസസ് റൂൾസ് 1990. സെൻസസ് നടത്തുക എന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരമാണെന്ന് ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയിൽ ഇതേപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 246 7ാം പട്ടിക 69ാം ഇനമായിട്ടാണ് പറയുന്നത്. രാജ്യം സെൻസസ് ദിനമായി ആചരിച്ചു വരുന്നത് എന്നാണ്? ഫെബ്രുവരി 9 ആണ് ദേശീയ സെൻസസ് ദിനം. സെൻസസ് ആവശ്യത്തിന് ശേഖരിക്കുന്ന വ്യക്തിവിവരങ്ങൾ പരമരഹസ്യമായിരിക്കും എന്ന് പൗരന് ഉറപ്പു നൽകുന്ന നിയമം ഏതാണ്? സെൻസസ് ആക്ട് 1948 സെക്ഷൻ 15. സർക്കാർ ഉപയോഗിക്കുന്നതും പ്രസിദ്ധപ്പെടുത്തുന്നതുമായ സെൻസസ് വിവരങ്ങൾ ഏതാണ്? വ്യക്തിഗത വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയില്ല. വില്ലേജ്, താലൂക്ക്, ജില്ല, സംസ്ഥാനം, രാജ്യം എന്നിങ്ങനെ വിവരങ്ങൾ സംഗ്രഹിച്ചാണ് പ്രസിദ്ധീകരിക്കുന്നത്. രാജ്യത്ത് വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും സർക്കാർ ആശ്രയിക്കുന്ന വിവരശേഖരം ഏതാണ്? സെൻസസ് വിവരം, സെൻസസ് ഡാറ്റയാണ് ഇതിനായി ആശ്രയിക്കുന്നത്. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകാൻ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടോ? തീർച്ചയായും ബാധ്യതയുണ്ട്.
സെക്ഷൻ 8 സെൻസസ് ആക്ട് 1948 ഇതേക്കുറിച്ച് പറയുന്നു. സെൻസസ് വിവരശേഖരണം നടത്തുന്ന എന്യൂമറേറ്റർമാർ, അവരുടെ സൂപ്പർവൈസർമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? അവരെ നിയമിക്കുന്നത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ജില്ലയുടെ അധികാരികളാണ് നിയമിക്കുന്നത്. ജില്ലയിൽ അത് ജില്ലാ കലക്ടറാണ് പരമാധികാരി. ഭവന സന്ദർശനത്തിന് വരുന്ന എന്യൂമറേറ്ററെ നിങ്ങൾ അനുവദിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭവനത്തിൽ പ്രവേശിക്കൽ, സെൻസസ് ഭവന നമ്പർ രേഖപ്പെടുത്തൽ, കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ അവർക്ക് കൈമാറൽ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് സെൻസസിന്റെ ഏതു ഘട്ടത്തിലാണ്? സെൻസസിന്റെ 2ാം ഘട്ടത്തിലാണ് എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുക. 2027 ഭാരത സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഭാഗ്യചിഹ്നങ്ങൾ അഥവാ മാസ്കറ്റ്, പ്രഗതി എന്ന വനിതാ എന്യൂമറേറ്റർ, വികാസ് എന്ന പുരുഷ എന്യൂമറേറ്റർ. അങ്ങനെ 2 പ്രതീകങ്ങളാണ്. എത്രാമത്തെ ഭാരത സെൻസസ് ആണ് 2027 പൂർത്തിയാകാൻ പോകുന്നത്? ഭാരതത്തിലെ 16ാമത്തെ സെൻസസ് ആണ് 2027 പൂർത്തിയാക്കാൻ പോകുന്നത്. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. സെൻസസ് വിവരശേഖരണത്തിന് വരുന്ന ഉദ്യോഗസ്ഥന് പറയുന്ന പേര് എന്താണ്? ഉത്തരം വേഗം കമന്റ്സിൽ എഴുതിക്കോളൂ. കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ എഴുതാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.